എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു. ഞാനൊരിക്കലും ഓട്ടംതുള്ളൽ പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോയിട്ടില്ല. ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോയിട്ടില്ല. ഞാൻ ഓട്ടംതുള്ളലും കഥകളിയൊക്കെ പഠിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പം മുതലേ തന്നെ. പിന്നെ അവർ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, ഞാൻ പഠിച്ച മേഖലയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ചത്, എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MA ആൻഡ് MPhil ഇൻ തിയേറ്റർ ആർട്സ് ആണ്. എല്ലാവരും ജോലി എടുക്കുന്നത് കഞ്ഞി കുടിക്കാനും ചോറുണ്ടാനും വേണ്ടിയാണ്, അല്ലാതെ പട്ടിണി എടുക്കാൻ വേണ്ടി ആരും പണിക്ക് പോകില്ലല്ലോ. പിന്നെ വെറുതെ കുത്തിയിരുന്നാൽ പോരെ. എന്നെ ഇത്രയധികം ആളുകൾ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് എനിക്ക് ഈ 2 ദിവസം കൊണ്ടുണ്ടായി. സാധാരണ മനുഷ്യരും ഒരുപാട് എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ എനിക്ക് വേണ്ടി പ്രതികരിച്ചു. അതിൽ എല്ലാ മലയാളികളോടുമുള്ള നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേര് തന്നെയാണ്. എന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ എൻ്റെ കഥാപാത്രമാണ്. ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ ഒരാൾ അറിയപ്പെടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് നാണക്കേടല്ല. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയും, ഞാൻ എവിടെ ചെന്നാലും എന്നെ മണ്ടോദരി എന്നും മണ്ടു എന്നും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന മലയാളികളുണ്ട് എന്നുള്ളത്. ഒരു നിറത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജാതിയുടെയോ അതല്ലെങ്കിൽ ഒരാളുടെ ശാരീരിക പ്രത്യേകതകൾ, ഇപ്പോൾ ഒരാൾക്ക് തടിയുണ്ടാവും, അല്ലെങ്കിൽ മെലിഞ്ഞിട്ടായിരിക്കും, ഒരാൾ കറുത്തിട്ടായിരിക്കും, ഒരാൾ വെളുത്തിട്ടായിരിക്കും, അതൊന്നും അല്ല കലയുടെ മാനദണ്ഡം, ഒരു കഴിവിൻ്റെ മാനദണ്ഡം എന്ന് ആ രീതിയിലാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഒരാളാണ്. അതിൽ അവരുടെ അടുത്ത് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? അപ്പോൾ തുടർച്ചയായി അത്തരം കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരുടെ അടുത്ത് നമുക്കൊന്നും പറഞ്ഞ് നേരെയാക്കാനോ അല്ലെങ്കിൽ അതിന് മറുപടി പറഞ്ഞ് നമ്മുടെ സമയം കളയണ്ടെന്നാണ് എനിക്ക് അതിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെനിക്കൊന്നും പറയാനില്ല. അവരങ്ങനെ പറയുന്ന ഒരാളാണ്. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പം അവരുടെ വീട്ടുകാരാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ അതിൽ പറഞ്ഞ് ഇപ്പം എനിക്കതിൽ ഇതായിട്ട് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, അവർ പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഒരാളെ പറ്റി മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുള്ളൂ എന്ന്. പക്ഷേ എന്നിട്ട് എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു. ഞാനൊരിക്കലും ഓട്ടംതുള്ളൽ പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോയിട്ടില്ല. ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോയിട്ടില്ല. ഞാൻ ഓട്ടംതുള്ളലും കഥകളിയൊക്കെ പഠിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പം മുതലേ തന്നെ. പക്ഷെ അത് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ ഗുരുക്കന്മാരുടെ വീട്ടിൽ പോയി നിന്ന് അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിന് ഒരിക്കലും ഞാൻ കലാമണ്ഡലത്തിൽ പോയി പഠിച്ചില്ല. അപ്പോൾ അത്തരം തെറ്റിദ്ധാരണകളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവരവർ പഠിച്ച മേഖലയിലാണോ ഉപജീവന മാർഗം നടത്തുന്നത്, അങ്ങനെ തന്നെ വേണം എന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പിന്നെ അവർ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, ഞാൻ പഠിച്ച മേഖലയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ചത്, എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MA ആൻഡ് MPhil ഇൻ തിയേറ്റർ ആർട്സ് ആണ്. ഞാനതിൽ MAയും MPhilഉം കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതേ മേഖലയിൽ തന്നെയാണ് ഞാനിപ്പോൾ ജോലി എടുക്കുന്നത്. പിന്നെ എല്ലാവരും ജോലി എടുക്കുന്നത് കഞ്ഞി കുടിക്കാനും ചോറുണ്ടാനും വേണ്ടിയാണ്, അല്ലാതെ പട്ടിണി എടുക്കാൻ വേണ്ടി ആരും പണിക്ക് പോകില്ലല്ലോ. പിന്നെ വെറുതെ കുത്തിയിരുന്നാൽ പോരെ. അങ്ങനെയല്ലല്ലോ. അപ്പം അതിനൊക്കെ എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ 2 ദിവസം എന്ന് പറയുന്നത് ഞാൻ സൈലൻ്റായി ഇരിക്കുക തന്നെയായിരുന്നു. എനിക്കതിൽ റിപ്ലൈ കൊടുക്കണമെന്ന് ഒരിക്കലും തോന്നിയിട്ടുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ 2 ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, മറിമായം ഉറപ്പായും 15 വർഷമായി സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ കാരണം മലയാളി പ്രേക്ഷകർ തന്നെയാണ്. അപ്പോൾ അവർക്ക് നമ്മളോടൊരു സ്നേഹമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഈ 2 ദിവസം ഞാൻ മനസ്സിലാക്കി, ഞാൻ വിചാരിച്ചതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടിയാണ് ലോകത്തുള്ള എത്രയോ മലയാളികളാണ് എനിക്ക് വേണ്ടി സംസാരിച്ചത്, എനിക്ക് വേണ്ടി കമന്റ് ഇട്ടത്, എനിക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടത്. എന്നെ ഇത്രയധികം ആളുകൾ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് എനിക്ക് ഈ 2 ദിവസം കൊണ്ടുണ്ടായി. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പല മേഖലയിൽ നിന്നുള്ളവരാണ് എനിക്ക് വേണ്ടി പ്രതികരിച്ചത് എന്നുള്ളതാണ്. സാധാരണ മനുഷ്യരും ഒരുപാട് എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ എനിക്ക് വേണ്ടി പ്രതികരിച്ചു. അതിൽ എല്ലാ മലയാളികളോടുമുള്ള നന്ദി ഞാൻ പറയുകയാണ്. ഒപ്പം മറിമായം മണ്ടോദരി എന്ന പേര് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേര് തന്നെയാണ്. എന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ എൻ്റെ കഥാപാത്രമാണ്. ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ ഒരാൾ അറിയപ്പെടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് നാണക്കേടല്ല. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയും, ഞാൻ എവിടെ ചെന്നാലും എന്നെ മണ്ടോദരി എന്നും മണ്ടു എന്നും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന മലയാളികളുണ്ട് എന്നുള്ളത്. അതിൽ അത്തരം സ്നേഹത്തിന് എനിക്ക് എപ്പോഴും നന്ദി. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ.
അല്ല, ഇതിപ്പം രാമകൃഷ്ണേട്ടനെതിരെ എന്നുള്ളതല്ല. നമ്മൾ ഒരു മനുഷ്യനോടും നമ്മൾ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു നിറത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ജാതിയുടെയോ അതല്ലെങ്കിൽ ഒരാളുടെ ശാരീരിക പ്രത്യേകതകൾ, ഇപ്പോൾ ഒരാൾക്ക് തടിയുണ്ടാവും, അല്ലെങ്കിൽ മെലിഞ്ഞിട്ടായിരിക്കും, ഒരാൾ കറുത്തിട്ടായിരിക്കും, ഒരാൾ വെളുത്തിട്ടായിരിക്കും, അതൊന്നും അല്ല കലയുടെ മാനദണ്ഡം, ഒരു കഴിവിന്റെ മാനദണ്ഡം എന്ന് ആ രീതിയിലാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഇന്നിപ്പോ പറഞ്ഞ എന്തോ ഒരു പിതാവിന്റെ കാര്യമോ അങ്ങനെ എന്തൊക്കെയോ അവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നു, ഞാൻ ശ്രീകുമാറിന്റെ മകൾ തന്നെയാണ്. എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അത്തരം വേർതിരിവുകൾ ഒരിക്കലും പാടില്ല, അങ്ങനെ എവിടെ കണ്ടാലും അതിനെതിരെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്ന അത്തരം കൃത്യമായി പ്രതികരിക്കുന്ന ഒരാളുമായിരുന്നു എന്റെ അച്ഛൻ. അപ്പം ഞാൻ കൃത്യമായി പറയുന്നു, എന്റെ അച്ഛൻ ശ്രീകുമാറാണ്, അതുകൊണ്ട് ഞാൻ ഇനിയും പ്രതികരിക്കും. അത് ഇവരെന്നല്ല, ആര് പറഞ്ഞാലും അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. പക്ഷേ ആ പ്രതികരണം, അതിപ്പം ആർക്കും പ്രതികരിക്കാം, പക്ഷെ ആ പ്രതികരണങ്ങൾ ഒരിക്കലും ഇത്തരം പരാമർശങ്ങളിലൂടെ ആവരുത്. നമ്മൾക്ക് ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അത് നമ്മൾ ആ രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇവർ പറയുന്നതിൽ. അതിനുള്ള മറുപടി ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ചെറിയ കുട്ടികൾ മുതൽ വലിയ വയസ്സായ മനുഷ്യർ വരെ, അതല്ലെങ്കിൽ വളരെ തിരക്കുള്ള ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്, ബിസിനസ്, അവരൊക്കെ നമ്മളെ കാണുമ്പോൾ പറയുന്നത് രാത്രി ഒരു മറിമായെങ്കിലും കണ്ടിട്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നത്, ഞങ്ങളുടെ ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂളാണ് മറിമായം എന്നാണ്. അപ്പോൾ ഈ 15 വർഷമായി ഇത്രയും ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒരിക്കലും എന്നെ അറിയുന്നത് ഒരു നെഗറ്റീവ് ഒരു പരാമർശത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയോ അല്ലല്ലോ. ഒരുപാട് പേർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണല്ലോ എന്നെ അറിഞ്ഞിട്ടുള്ളൂ. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ നെഗറ്റീവ് ഇമേജിലൂടെ പബ്ലിസിറ്റി നേടുക, അതല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് റവന്യൂ ഒക്കെ കിട്ടുന്നതാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏത് രീതിയിലും അങ്ങനെ മതി എന്ന് വിചാരിക്കുന്നവരോട് നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്യുന്നു. അത് ആൾക്കാരിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആ പരിപാടിയിലൂടെ നമ്മൾ കൊടുക്കുന്നത്. സോഷ്യൽ സെറ്റയർ ആണ്. അപ്പോൾ അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കുറച്ചു പേരുടെ സന്തോഷത്തിന് കാരണമാകാൻ ഞങ്ങൾക്ക് ഈ 15 വർഷമായി സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ അത് കണക്കാക്കുന്നത്. ഇനി അങ്ങോട്ടും ഒരുപാട് എപ്പിസോഡുകൾ മുന്നോട്ട് വരാൻ ഇരിക്കുന്നുണ്ട്.